രണ്ടാമൂഴത്തിൽ അദ്ദേഹം പറയുന്നത് പോലെ തന്നെ സൂതരെ മാഗധരെ നമുക്ക് ഇനി കുരുവംശത്തിൻ്റെ ഗാഥകൾ പാടിത്തുടങ്ങാം എന്ന് പറയുന്നത് പോലെ തന്നെ എം ടിയുടെ ഗാഥകൾ പാടിത്തുടങ്ങാൻ പോവുകയാണ് കേരളം. പക്ഷേ അതിനു മുൻപ് മലയാളത്തിൻ്റെ ആ മഹാപാരമ്പര്യത്തെ തനിക്ക് കഴിയാവുന്നത്ര വിശ്വഭാഷയുടെ നെറുകയിലേക്ക് ഒരു ചന്ദനപ്പൊട്ട് പോലെ മലയാളത്തെ പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞ ഒരു എഴുത്തുകാരൻ അത് എം ടി അല്ലാതെ മറ്റാരുമില്ല. കഴിഞ്ഞ 9 പതിറ്റാണ്ട് അത് മലയാളത്തിൻ്റെ എഴുത്തുകാരൻ്റെ അന്തസ്സിൻ്റെ കാലമായിരുന്നു. ആ മലയാളി എന്ന ഒരു എഴുത്തുകാരൻ്റെ നിലപാടെന്തായിരിക്കണം, നിലവാരം എന്തായിരിക്കണം, പ്രലോഭനങ്ങളെ എങ്ങനെ ചെറുക്കണം, എങ്ങനെ സമൂഹത്തെ പ്രതിരോധിക്കണം, ഇതെല്ലാം എം ടി നിഷ്പ്രയാസം ചെയ്തു. തീർച്ചയായിട്ടും എം ടി വാസുദേവൻ നായരുടെ എഴുത്തുകളിൽ ആ എഴുത്തിന്റെ ശക്തി അത് തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ് മധു. രണ്ടാമൂഴത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ശത്രുവിനോട് ദയ കാട്ടരുത്, ദയയിൽ നിന്നും കൂടുതൽ കരുത്തു നേടിയ ശത്രു വീണ്ടും നേരിടുമ്പോൾ അജയ്യനാകും, അതാണ് ഞങ്ങളുടെ നിയമം. മൃഗത്തെ വിട്ടുകളയാം, മനുഷ്യന് രണ്ടാമതൊരവസരം കൊടുക്കരുത്. എം ടിയുടെ രണ്ടാമൂഴത്തിലെ വരികളാണ്. എത്ര കരുത്തുള്ള, എത്ര ശക്തിയുള്ള വരികൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. പാഠ്യപദ്ധതി പഠിക്കുന്നത് പോലെ സാഹിത്യ പ്രസംഗങ്ങളും കേൾക്കാം. കഥയും കവിതയും എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മുടെ പാഠ്യപദ്ധതിയിൽ വേണം. ഭാഷ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ കവിതയും കഥയും നമ്മുടെ ഉള്ളിൽ വേണം.